ഗെയ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം പാളിയിരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ അടിപൊളി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. 80 കാലഘട്ടത്തിലേക്ക് എന്തൊക്കെയോ ഫുള്ള് സെറ്റൊക്കെ ഇട്ടൊരു പള്ളിയൊക്കെ, വലിയ പള്ളിയൊക്കെ ഷൂട്ടിന് വേണ്ടി അവരവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ മുഴുവൻ സെക്യൂരിറ്റി ഗാർഡ്സാണ്. അവർ എൻ്റെ ഫോണൊക്കെ പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ വല്ല വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടോ. ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഷൂട്ടിൻ്റെ കാര്യമല്ല, ഒരു സിനിമയുടെ കാര്യമല്ല. അപ്പം അത് പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഫുള്ള് ചെക്കിങ് ആണ് അവിടെ എല്ലാം. അതുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതി ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് നേരെ ഇടുക്കിക്ക് പിടിക്കാം കേട്ടോ. ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നേരെ ഇടുക്കിയാണേ. അതായത് തൊടുപുഴയിൽ നിന്നും നമ്മൾ ഇടുക്കിക്ക് പോകുന്ന വഴി നമ്മൾ ഒറ്റ റൈഡ്. ഓക്കെ, സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം വിട്ടു പോയാൽ നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ ചെല്ലാം. ഇങ്ങനെ വട്ടം കറങ്ങി കട്ടപ്പന ചെന്ന്, ഇടുക്കി കട്ടപ്പന ചെന്ന് അവിടെ നിന്ന് കുട്ടിക്കാനം ചെന്ന് വേണം വീട്ടിൽ പോകാൻ. അപ്പം നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. നല്ല റോഡാണ് കേട്ടോ. അധികം സംസാരമൊന്നും കാണത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൂരം എന്നാ സംസാരിക്കാനാണ്, ഞാൻ എന്നാ പറയാനാ. ഒരുപാട് കഥ പറഞ്ഞ് പോകേണ്ടി വരും. നമുക്ക് ഏതായാലും പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പെട്രോൾ പമ്പൊന്നും കാണാൻ വഴിയില്ല. പിന്നെ അല്ലേ അങ്ങ് ചെറുതോണി ചെല്ലണം, അതുവരെ പമ്പൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. ഈ റോഡിലൊന്നും അധികം തിരക്കില്ല കേട്ടോ. എന്നാ നിർത്തില്ല, ഈ റോഡിലൊന്നും അധികം തിരക്കില്ല. ആ വലത് സൈഡിലേക്ക് കാണുന്ന മലനിരകളൊക്കെ മറ്റേ ഇല്ലിക്കല്ലും ഇരുവിഴാപ്പൂഞ്ചിറയൊക്കെ അടങ്ങുന്ന മലനിരകളാണ് കേട്ടോ. വാഗമണ്ണൊക്കെ ആ ഭാഗങ്ങളായിട്ട് വരും. നമുക്ക് നേരെ ഇടുക്കി കേട്ടോ. നമ്മൾ നേരെ ചെറുതോണി കുളമാവ് ഡാമിൻ്റെയൊക്കെ അതിലേക്കൂടെ കയറി അടിപൊളി യാത്ര. നമുക്ക് മല കയറാം. ഇവിടുന്ന് മല അധികം സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ വീഡിയോയ്ക്കകത്ത് ഫുള്ള് റൈഡായിരിക്കും കേട്ടോ. കാരണം അത്രയും ദൂരം ഞാനിങ്ങനെ സംസാരിച്ച് എന്ത് സംസാരിക്കാനാണ്. നമുക്കതുകൊണ്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വിട്ടുപോകാം. ഓക്കെ, അടിപൊളി റൂട്ട് സ്ഥലമൊക്കെയാണ് കേട്ടോ. മഴക്കാറുണ്ട്, അടിപൊളി മഴക്കാറുണ്ട്. ഉരുണ്ട് കയറി നിൽക്കുകയാണ്. സന്ധ്യയായൊരു ഫീലാണേ. നല്ലപോലെ ഇരുണ്ടിട്ട് ലൈറ്റൊക്കെ കുറവാണ് തീരെ. ഞാനെന്നാ ഇന്ന് തൊടുപുഴ നമ്മുടെ കുടയത്തൂരൊക്കെ കണ്ടിട്ടേ പയ്യെ ഇരുവിഴാപ്പൂഞ്ചിറയ്ക്കോ അല്ലെങ്കിൽ വാഗമണ്ണോ പോകണമെന്ന് കരുതിയാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പ്ലാൻ മാറ്റിയത്. നേരെ ഇടുക്കിക്ക് പോകുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നമ്മുടെ കേക്കാർ റോഡ് പിടിച്ചാണല്ലോ പോകാറുള്ളത്. ഈ റോഡ് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ നല്ല നമ്മളിതുവരെ വന്നിട്ടേ ഇല്ല കേട്ടോ. ഞാൻ 1-2 തവണ എങ്ങാണ്ട് ഈ വഴി കൂടെ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ വഴി പോകുന്നതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ കരുതി. ഇതിലേക്ക് കൂടെ ബൈക്കിൽ ഓടിച്ച് പോകാൻ നല്ല രസമാണ്. ബൈക്ക് ഓടിക്കാനേ ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ റോഡാണ്. ഇതിലേക്കൂടെ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അടിപൊളി കിടില റോഡാണ്. കുറച്ചുകൂടി അങ്ങ് മോളിൽ ചെന്ന് കഴിയുമില്ലേ വലിയ കാടാണ് കേസ്. ഫുള്ള് കാടിനകത്തൂടെ അടിപൊളി റോഡാണ്. എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ മഴ പെയ്യും. അതുപോലെ നല്ല മഴക്കാറുണ്ട്. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ എന്തായാലും മഴ പെയ്യുമെന്ന് ഉറപ്പാണ്. മഴയും കൂടി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിടിലമായിരിക്കും. മഴയൊക്കെ കൊണ്ട് അടിപൊളി ഒരു തണുത്ത റൈഡ്.
ഇനി അങ്ങോട്ട് കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റമാണ്. അത് ഭയങ്കര കുത്തനെ കയറ്റമൊന്നുമല്ല, ചെറിയ തോതിലുള്ള കയറ്റമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹെയർ പിന്നുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള സ്ഥലങ്ങളും റോഡുകളും ഒക്കെയാണ്. കാരണം ഈ റോഡിലേ തിരക്കില്ല. നിങ്ങൾ നോക്കിയേ, വണ്ടി വരവോ വണ്ടി തിരക്കുകളോ ഒന്നും ഇല്ലല്ലോ, കുറവല്ലേ. നമ്മൾ ഈ ഹർത്താൽ ദിവസങ്ങളിലൊക്കെ വഴി കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇവിടെ വണ്ടി ഓടിക്കുന്നു, ആരുമില്ല, റോഡിലൊന്നും മനുഷ്യന്മാരൊന്നുമില്ല, വണ്ടികളില്ല. അടിപൊളി ഒരു സ്ഥലമാണ്. ഇടുക്കിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇടുക്കിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് പോകുന്നുണ്ട്, ഒരു ബസ്. പ്രകാശ് പ്രകാശിനെ പുറകിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റബ്ബർ തോട്ടങ്ങൾ. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്നാ സംഭവം, ഫോറസ്റ്റിനകത്തോട്ട് കയറിയോ? ഒരു ഹെയർ പിൻ ബെൻഡ് ഗൈസ്, അടിപൊളി വളവായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. വണ്ടിത്തിരക്കൊന്നുമില്ല, നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ ഈ റോഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഒരു തവണ വന്നപ്പോഴും ഇതുപോലെ വണ്ടിത്തിരക്കൊന്നുമില്ല. നമ്മുടെ KK റോഡിലാണെങ്കിൽ ഇങ്ങനല്ല, വലിയ പാടാണ്. ഓരോന്നിനും ഓവർടേക്ക് ചെയ്ത് നമ്മൾ മടുക്കും. പക്ഷേ ഈ റോഡിലൊന്നും തിരക്കേ ഇല്ല കേട്ടോ. അടുത്ത ഹെയർ പിൻ വിട്ടടിച്ച് പോകാം ഗൈസ്. വണ്ടിത്തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ പോകും. ഒരു അമ്പലം കണ്ടു, താഴെക്കാട് ഒരു അമ്പലമുണ്ട്. വീണ്ടും ഒരു ഹെയർ പിൻ അടിപൊളിയായിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ സൂപ്പറാണ്. ഞാനേ ഈ നമ്മൾ ഈ ബൈക്കിനുള്ള റൈഡിങ് വീഡിയോ വലിയ പാടാണ്. നമുക്ക് ഈ സമയം കിട്ടുന്നില്ല ചെയ്യാൻ പോകാനൊന്നും. അതുകൊണ്ട് ഡെയിലി വ്ളോഗ് പോലെ എന്തെങ്കിലും ചെയ്താലോ എന്നിങ്ങനെ പ്ലാനുണ്ട്. അതായത് ഈ സ്ഥലം കണ്ട എല്ലാവർക്കും ഈ സ്ഥലം മനസ്സിലായി. ഈ കിണർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സ്ഥലം മനസ്സിലാക്കും കേട്ടോ. അയ്യോ തെന്നിപ്പോയി ഗൈസ്. അവിടെ കാല് കുത്തിയാൽ തെന്നിപ്പോവും. അതിലൂടെ വണ്ടി വരെ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ തെന്നി കിടക്കുകയാണേ. നമുക്കിവിടെ വെച്ച് 2 ഫോട്ടോ എടുക്കാം. ഈ കിണർ ഭയങ്കര പ്രശസ്തമായ കിണറാണ് കേട്ടോ. റോഡിന് നടുവിലായി കിണർ. നോക്കി കുറച്ച് ഫോട്ടോസ് എടുക്കാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ. റോഡിന് നടുവിലാണ് വണ്ടി കൊണ്ടുവച്ചേക്കുന്നത് കണ്ടോ. വേറെ എവിടെ നടക്കുമോ? ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള ഫോട്ടോസാണ് ഗൈസ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കാമെങ്കിൽ കാണാം. തേണ്ടറാ ഒരെണ്ണം പോകുന്നടാ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഇവിടുത്തെ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അവിടെ ഞാൻ താഴോട്ട് നോക്കിയാൽ നേരത്തെ അങ്ങ് താഴെ ആ മലങ്കര ഡാമിൻ്റെ ഈ സ്ഥലങ്ങളൊക്കെ, ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമൊക്കെ. ഇപ്പോൾ എങ്ങും അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം മലകളൊക്കെ വളർന്നിട്ട് ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല. മാത്രമല്ല താഴെയൊക്കെ ഫുള്ള് കോടയാണ്. താഴോട്ട് നോക്കിയൊന്നും കാണത്തില്ല. മഴ പെയ്ത് ഗൈസ്. അയ്യോ മഴ പടയെന്ന് പറഞ്ഞ കേട്ടോ വന്നേ മണ്ണോരം കൂട്ടട്ടെ.
അങ്ങനെ വലിയൊരു മഴ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് നമുക്ക് ഗോപ്ര വെക്കാൻ ഒക്കത്തില്ലായിരുന്നേ. ഗോപ്രയ്ക്ക് അത് ചാർജ് തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ 4K ഷൂട്ടാകത്തില്ല ഗോപ്ര. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പവർ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് വെള്ളം കയറുമല്ലോ എന്ന് കരുതി ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഭയങ്കര മഴയായിരുന്നു. ഇതാണ് നാടുകാണി കേട്ടോ. നാടുകാണി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് ആ മുകളിലോട്ട് പോകുന്നിടത്താണ്. അപ്പോൾ അത് കാരണം ഗോപ്ര ഞാനങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം കുറച്ച് ദൂരം ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നു. ഭയങ്കര മഴയായിരുന്നു. കണ്ണ് കാണാൻ പറ്റാത്തതുപോലെ മഴയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി സീനുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ വെള്ളം കയറിയ വലിയ വള്ളിയോ അത് കാരണം ഞാനത് ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ മഴയത്ത് നമ്മൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കുക, തെന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഞാനിങ്ങനെ റൈഡിങ് നമുക്കിപ്പോൾ എന്ന് റൈഡ് പോകാനൊക്കത്തില്ല. അത് കാരണം ഡെയിലി എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്താലോ പ്ലാനുണ്ട്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയണം കേട്ടോ. ഡെയിലി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതിയോ, അതോ റൈഡിങ് വീഡിയോ മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ളതൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയേക്കണേ. ഇങ്ങനെ റൈഡ് പോകുന്ന വീഡിയോ ഒക്കെ ആകുമ്പോൾ ആഴ്ചയിൽ 1-2 വരികയുള്ളൂ. നമുക്കിപ്പോൾ ഡെയിലി പോകാനൊക്കത്തില്ല. നമ്മുടെ മറ്റു കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണ്ടേ. അല്ല പിന്നെ ഇതിനു വേണ്ടി ഒറ്റ വീഡിയോയിൽ വിടണം, എണ്ണം വീഡിയോ ഇടാൻ വേണ്ടി. അങ്ങനെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊക്കത്തില്ല. അത് വേറെ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അഭിപ്രായം പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ഇടുക്കിയിലെ അടിപൊളി റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വഴിയാണ്, നല്ല ക്ലൈമറ്റാണ്, ഫുള്ള് കോടയാണ്. ഗോപ്രയ്ക്കകത്ത് ഞാൻ വീണ്ടും പറയട്ടെ, ഗോപ്രയ്ക്കകത്ത് ഈ കോട കയറിയതൊന്നും അറിയത്തില്ല. നമ്മൾ നല്ല കിടിലനായിട്ട് കോടയൊക്കെ അടിപൊളിയായിട്ട് കാണാമെന്നുള്ള കരുതി നമ്മൾ വീട്ടിൽ ചെന്ന് ഈ സാധനം കോപ്പി ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അത് കോടയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഗോപ്ര ഇതെല്ലാം മാറ്റി ഓൾറെഡി ക്ലിയർ ആക്കിയേ ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് ഒരു 60% മഞ്ഞയൊക്കെ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ, 100% കാണിക്കത്തില്ല. അതാണ്, ഫുള്ള് കോടയാണ്, അടിപൊളി കോടയാണ്, സൂപ്പറാണ്, സൂപ്പർ ക്ലൈമറ്റ്. ഞാൻ ഈ ജാക്കറ്റിൻ്റെ മുകളിൽ കൂടെ മറ്റേ അയ്യോ ഇപ്പം പണിയായനെ. ഞാൻ ഈ റെയിൻകോട്ടിൻ്റെ മുകളിൽ കൂടെ മറ്റേ ആ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമില്ല, അതും കൂടി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ സിപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം അകത്തില്ല, ഭയങ്കരമായിട്ട് കയറത്തില്ല, എന്നാലും ചെറിയൊരു നനവ് അകത്തില്ല. അത് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതും കൂടി ഇടുമ്പോഴേ ഒരു തുള്ളി വെള്ളം അകത്ത് ചെല്ലത്തില്ല. അടിപൊളി, നമുക്ക് നല്ല സുഖമാണ്. നമ്മൾ കാറിനകത്തൊക്കെ പോകുന്നവരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതും കൂടി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് അടിപൊളി റോഡാണ് കേട്ടോ. മഴയില്ലായിരുന്നേ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പം മഴ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് ഓരോ കോർണറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തിന്നുന്നത് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്തൊക്കെയാണ് ഈ വളവുകളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, മഴത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നമാണ്, തെന്നും. ചില സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ തെറ്റി പോകാറുണ്ട് ഇതുപോലെ മഴ പെയ്യുമ്പോൾ. അപ്പോൾ നമ്മളതൊന്ന് സെറ്റാക്കിക്കൊണ്ട് പിന്നെ അതിനൊക്കെ ഒരു നാക്കാണ്. അതിൻ്റെ ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, അടിപൊളി സ്ഥലം കേട്ടോ. വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെ, കാണിച്ചു തരാം. ഇത് അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്, അടിപൊളി, മൂടേഷായിരിക്കും ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ. ഞാൻ എന്തായാലും അവിടെ നിന്ന് ചായ കുടിക്കുന്നില്ല, അത് നിറച്ചു ആൾക്കാരാണ്. നോക്കിക്കേ എന്നെ അടിപൊളിയല്ലേ, അടിപൊളി. ആഴം ഉണ്ടോ? നമുക്ക് എന്തായാലും പോവാം. ഇത് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കുളമാവ് കേട്ടോ, കുളമാവ്. അതിനകത്ത് നിറച്ചു ആൾക്കാരാണ് കേസ് ആ ചായക്കടയ്ക്കകത്ത്. അല്ല നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാമായിരുന്നു. ചായ കുടിക്കണമെന്നുണ്ടായിട്ടൊന്നുമല്ല, അവിടെ നിന്ന് ചായ കുടിക്കുന്നതൊക്കെ കാണിക്കാനൊരു രസമല്ലേ വീഡിയോയ്ക്കകത്ത്. അടിപൊളി. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം കേസ്. ഇതാണ് കുളമാവ് പോലീസ് സ്റ്റേഷൻ കേട്ടോ. നല്ല കിടിലനൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ. സൂപ്പർ മഴയായിരുന്നു കേസ്. എനിക്ക് കണ്ണ് കാണാൻ വരാത്ത രീതിയിൽ മഴയായിരുന്നു. ഞാനൊരു തീർത്ത് സ്ലോയിലാണെന്നിപ്പോൾ അവിടുന്ന് ഓടിച്ചോണ്ട് പോകുന്നത്, ഒരു വക കാണത്തില്ലായിരുന്നു.
അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, അടിപൊളി. നോക്കി ഓടാൻ നിൽക്കുന്നുണ്ട്, എനിക്ക് ഒരു ഭാഗം കാണത്തില്ല കേസ്. ഫുള്ള് മൂടി നിൽക്കുക. എങ്ങോട്ട് നിന്നൊക്കെ ഒരു ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഈ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചില ഭാഗങ്ങളിൽ നല്ല മഞ്ഞാണ് കേട്ടോ, ചില ഭാഗം ഒട്ടും മഞ്ഞാണ്. അതിനാണ് അങ്ങനെ കേട്ടോ, ഫുള്ള് മഞ്ഞാണേ. ഓ അടിപൊളി അടിപൊളി ക്ലൈമറ്റാണ് കേസ്. ഇങ്ങനെ വണ്ടി ഇവിടുന്ന് ഓടിച്ച് നോക്കി എന്നാ പൊളിയാണ് നോക്കി. ഇതിലെ കൂടെ വണ്ടി ഓടിക്കാൻ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അത് നിങ്ങളിങ്ങനെ ബൈക്കിലിങ്ങനെ പോയി നോക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്കൊരു ഫീലാണ് കേട്ടോ വണ്ടി ഇങ്ങനെ. അത് വേറൊരു മൂഡാണ് കേസ്. നോക്കി എന്നാ ഒരു മഞ്ഞാന്ന് നോക്കി, എനിക്കൊന്നും കാണത്തില്ല കേട്ടോ. ഒരു വക കാണത്തില്ലേ. അടിപൊളി മഞ്ഞ് മൂടിയ വഴികളിലൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. സൂപ്പർ മഞ്ഞാണേ, ഒരു രക്ഷയില്ല. ഇടലും മഞ്ഞ്, ഒരു വക കാണത്തില്ലാത്ത രീതിയിലാണ് മഞ്ഞ് നിൽക്കുന്നത്. മൂടി ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുകയാണ്. യെസ്, നമ്മൾ വേണ്ട അങ്ങനെ കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടെ കയറാൻ വേണ്ടി പോവുകയാണ് കേസ്. അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കി അടിപൊളി. ഓ എന്നാ മഞ്ഞാന്ന് നോക്കി. ഡാമിൻ്റെ കൈവഴികളൊക്കെ കാണത്തുള്ളൂ, ബാക്കി ഒന്നും കാണത്തില്ല. ഇപ്പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ. എഴുന്നേറ്റ് നിന്ന് ഓടിച്ചാൽ ഇച്ചിരി കൂടി കാണാം, പക്ഷേ എഴുന്നേറ്റ് നിന്ന് ഓടിച്ചാൽ അപ്പുറത്ത് പോലീസുകാർ കൈ കാണിക്കും. അവിടെ മറ്റേ സെക്യൂരിറ്റികളൊക്കെ നിൽപ്പുണ്ട്. അപ്പം വെറുതെ ഒരു പണി ഉണ്ടാക്കണ്ടല്ലോ. താഴോട്ട് ഒരു ഭാഗം കാണത്തില്ല കേട്ടോ, ഡാമിൻ്റെ ഇടതുവശത്ത് ഒരു ഭാഗം കാണത്തില്ല. ഫുള്ള് മഞ്ഞ് കയറി നിൽക്കുകയാണ്. ഇത് ഈ മഴയൊക്കെയുള്ള സമയത്ത് ഇതിലേക്കൂടെ വന്നാലുള്ളൊരു ക്ലൈമറ്റ് ഇതാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കാഴ്ചകളും ഈ ഒരു റൈഡും ഈ ഒരു വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്തായാലും നോക്കിയേ എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. ഈ ഡാം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേസ്, ഇടുക്കി ഡാം. ഇവിടെ നിന്നാൽ കാണാം കേട്ടോ, പക്ഷേ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. താഴോട്ടൊന്നും ഒരു വ്യൂവും കാണത്തൊന്നുമില്ല, ഫുള്ള് മഞ്ഞാണ്. ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാദോരാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, പക്ഷേ ആളുകളൊന്നും ഇല്ല ഇവിടെ ഒന്നും. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ആൾക്കാരും അതിനകത്ത് തുടങ്ങാത്തത്. അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. നോക്കിയേ ഇടുക. നമുക്കിവിടെ നിർത്തി 2 ഫോട്ടോയൊക്കെ എടുക്കാം ബൈക്കിൻ്റെ. നമ്മളിങ്ങനെ കുന്നിൻ്റെ ഒക്കെ മുകളിൽ കൊണ്ട് ഈ ബൈക്കിൻ്റെ 2 ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അയ്യോ നോക്കിയേ എന്നാ കിടിലം വ്യൂ ആണ്. നോക്കിയേ എന്നാ പൊളിയല്ലേ, അടിപൊളി. നല്ല കാറ്റും, നല്ല കാറ്റാണ് കേട്ടോ. അടിപൊളി കാറ്റാണ് കേസ്. താഴോട്ട് തന്നെയാണോ, വലിയ കുഴിയാണ്. നല്ല കുഴിയാണ് കേട്ടോ, വലിയ കുഴിയാണേ. നമുക്ക് എന്തായാലും ഇവിടുന്ന് വിട്ടു പോവാവേ. ഇനി അങ്ങോട്ട് കാടാണ് കേസ്, ഇനി അങ്ങോട്ട് കാടാണ്, ഫുള്ള് കാട്. മഴ നനഞ്ഞു നിൽക്കുന്ന ഇടുക്കിയുടെ അടിപൊളി റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേസ്. നോക്കി എന്നാ ഒരു മൂടാണ് നോക്കി. റോഡും അടിപൊളി മഴയൊക്കെ പെയ്തിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഞാനിനി അധികം ഒന്നും സംസാരിക്കുന്നില്ല കേസ്, നമുക്ക്
അങ്ങ് വിട്ടങ്ങ് പോവേ. നമുക്ക് ഈ ഒരു റെയിൻ കോട്ട് ഊരി മാറ്റാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പടപടപടപടാന്ന് ശബ്ദമാണ്. അതങ്ങ് ഊരി മാറ്റി. അത് വല്ലാത്തൊരു ശബ്ദമായി പ്ലാസ്റ്റിക്കിൻ്റെ പടപടപടാന്ന്. ഭയങ്കര ഇറിറ്റേഷൻ. മഴ പെയ്യുവാണ്, പക്ഷേ മഴയുടെ ശബ്ദത്തിൻ്റെ കൂടെ ഇത് കേൾക്കത്തില്ല. മഴയില്ലാത്തപ്പോൾ അത് ഇട്ടോട്ട് പോയാൽ വലിയൊരു ഭയങ്കര ഒച്ചയായിരുന്നു. നോക്കി എൻ്റെ പൊന്നെ, ഇത് നോക്കി നിങ്ങൾ എന്നാ ഒരു മഞ്ഞ നോക്കി, റോഡ് നോക്കി, എന്നാ പൊളിയല്ലേ നോക്കി. അടിപൊളി ഗെയിംസ്. അയ്യോ, ഇതെന്നാ ഒരു ഫീലാണെന്നറിയോ. വേറെ മൂഡാണ് കേട്ടോ. പോയി മഞ്ഞ് പോയി. മഞ്ഞ് പോയി ഗെയ്സ്. ഒത്തിരി അങ്ങോട്ട് നെകളിക്കാൻ പോയതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളു ഈ മഞ്ഞ് കേട്ടോ. ഫുള്ള് മഞ്ഞല്ല, ഇടയ്ക്ക് വരുമ്പോൾ നല്ല അടിപൊളി മഞ്ഞായിരിക്കും. ചില സ്ഥലത്ത് മഞ്ഞ് കാണത്തില്ല. ഇവിടെ ഒന്നും മഞ്ഞില്ല കേട്ടോ. നല്ല കൊടും വനമാണ് കേട്ടോ. രണ്ട് സൈഡിലും അടിപൊളി വനമാണ്. ഇതേ വീണ്ടും മഞ്ഞ്. ഈ മഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. കാറ്റിനനുസരിച്ച് ഇതിങ്ങനെ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും. ഏതാണ് സ്ഥലം? ഉപ്പൂന്നോ? നമുക്ക് വിട്ടു പോകാം ഗൈസ്. അവിടെ നിന്ന് നിൽക്കാനുള്ള സമയമില്ല. നമ്മൾ സൂക്ഷിച്ചെടുക്കണം. മഴയത്തൊക്കെ ഇതിലെ കൂടെ വളവുകളൊക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ തെന്നി വീഴുന്നതായിരിക്കും. ഈ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ നോക്കി. കണ്ടോ നോക്കി, വല്ല പരിചയമുണ്ടോ? നമ്മുടെ തങ്കഞ്ചേട്ടൻ്റെ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമല്ലേ നോക്കി. അതായത് നമ്മുടെ ചുരുളി സിനിമയ്ക്കകത്ത് ഫസ്റ്റ് അവർ ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്ന് ബസ്സിൽ ഇറങ്ങിയിട്ടാണ് ആ മുകളിലോട്ടുള്ള റോഡിലാണ് അവർ നടന്നു പോകുന്നത്. ആ നടന്നങ്ങോട്ട് പോകുന്നിടത്താണ് ജീപ്പ് കിടക്കുന്നത്. ജീപ്പേ കയറി പോകുന്നതും ചുരുളി എന്ന പാലം കഴിയുന്നതും. പാലം കഴിഞ്ഞാലുള്ള അവസ്ഥയൊക്കെ നിങ്ങൾ സിനിമയ്ക്കകത്ത് കണ്ടതാണല്ലോ. അപ്പോൾ അതാണ് ആ സ്ഥലമാണ് കേട്ടത്. നോക്കി, കിടിലൻ ലൊക്കേഷനല്ലേ നോക്കി. ഫുള്ള് വനം, മഴ നനഞ്ഞ് നല്ല കോട കയറി കിടക്കുന്ന വനം കണ്ടോ. ഈ റോഡാണ് കേട്ടോ അവർ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് ചുരുളി എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു സ്ഥലമാണ്. ഈ ചായക്കടയൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. എങ്കിൽ നമുക്കിവിടെ വിട്ടാലോ? ഇനി നിന്ന സമയം പോവും. ഇതിലെ റോഡാണ് കേട്ടോ. തിരക്കൊന്നുമില്ല, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ റോഡിൽ.
വഴിക്ക് തെന്നാതെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വിട്ടടിച്ച് പോകാൻ പറ്റും. നമുക്ക് പിന്നെ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പറപ്പിക്കാൻ പറ്റിയ റോഡാണ്. മഴയില്ലാത്ത സമയത്താണ് നമുക്ക് പൊളിക്കുക. ഇതിൽ മഴയുണ്ടെങ്കിലും വിഷയമൊന്നുമില്ല, പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് സ്പീഡ് കൂട്ടി പോവുകയോ സ്പീഡ് കുറച്ച് പോവുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങളെ ആരെയും അടിപൊളി വീണ്ടും മഞ്ഞ്, ഞാൻ നിങ്ങളെ ആരെയും സ്പീഡിൽ പോകാൻ പ്രേരിപ്പിക്കുന്നതല്ല കേട്ടോ. ഈ റോഡും ഇതുപോലത്തെ തിരക്കില്ലാത്ത റോഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്പീഡ് കൂടും. ഇത് കണ്ടോ, ഒരു തടസ്സങ്ങളോ ഒന്നുമില്ല, ഇട്ട് പോവാം. നല്ല കിടില റോഡാണ് കേട്ടോ, നല്ല റോഡും നല്ല സ്ഥലവും നല്ല കാടും. ഇന്നവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലെ കൂടെ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ പോലും ഇല്ലാത്ത ഒരു കേസ് കിട്ടാണ്. അവിടെ അധികം നേരം നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കിക്കോ കേട്ടോ. ടോവിനോടെ ഷൂട്ടിങ് കാരണം നമുക്ക് അവിടുത്തെ പരിപാടികളൊന്നും നടന്നില്ല. ഞാനവിടെ ചെന്ന് കഴിഞ്ഞാണ് കേട്ടോ അവിടെ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ. അത് ഭയങ്കര വൈപ്പ്. ഞാനിതുവരെ ഷൂട്ടിങ് അങ്ങനെ ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങുകളൊന്നും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോയതുപോലെ പോയി. അത് കാരണം അവിടുത്തെ ഷൂട്ട് നമുക്ക് അവിടെ ഒരു സാധനം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇടുക്കി പിടിച്ചത്. നമുക്ക് നേരെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ അവിടെ ചെന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പയ്യെ വീട്ടിൽ പോകാം എന്നുള്ള കണക്കുകൂട്ടിലാണ് ഇതിലെ കൂടെ വന്നത് കേട്ടോ. അടിപൊളി റോഡാണ്, ഇരുവശത്തും ഫുള്ള് കൊടും കാടാണ്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോയാൽ അതുപോലത്തെ കാടല്ല, ഇതൊക്കെ ആൾ താമസം ആളനക്കോ വെള്ളങ്ങളും ഒക്കെ ഉള്ള ഒരു കാടാണ്. മറ്റേതങ്ങനല്ലല്ലോ, മറ്റേത് ഭീകര കാടാണ്. ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാത്ത, ഒരു ആൾത്താമസം പോലും ഇല്ലാത്ത ആനകളും കടുവകളും ഒക്കെ ഓടി നടക്കുന്ന കാട്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് പിന്നെ എപ്പോഴും വണ്ടിത്തിരക്കും ആൾക്കാർ താമസമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതങ്ങനെയല്ലല്ലോ. ശബരിമല വീഡിയോ കണ്ടിട്ടില്ലാത്തവരിത് കയറി കണ്ടു നോക്കണം കേട്ടോ, നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. പമ്പയ്ക്ക് പോകുന്നൊരു വീഡിയോ ഉണ്ട്, അടിപൊളി കാടാണ് കേട്ടോ. കിടില കാടിനകത്തൂടെ ഉള്ളൊരു കിടില യാത്രയുണ്ട്, നിങ്ങൾ കയറി നോക്കി കേട്ടോ, സൂപ്പറാണ്. ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം ലിങ്ക്. ഒന്നുമില്ല, എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്, ചുമ്മാ കയറി നോക്കിയാൽ മതി. വീണ്ടും മഞ്ഞ്. അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണം, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞ് നിൽക്കുന്നുണ്ടോ, അടിപൊളി അടിപൊളി അടിപൊളി. പോയി പോയി മഞ്ഞ് പോയി. ഞാനൊരു ബസ് പോകുന്നുണ്ട്, തൊടുപുഴയിൽ നിന്ന് പോകുന്ന ബസ്സായിരിക്കും. തൊടുപുഴ ഇടുക്കി ആയിരിക്കും, തൊടുപുഴ ഇടുക്കി, അല്ലെങ്കിൽ തൊടുപുഴ കട്ടപ്പനയായിരിക്കും.
വീണ്ടും മഞ്ഞ് വന്നിരിക്കുകയാണ്. ആ കാട്ടിനകത്തൊക്കെ അടിപൊളി കോടയാണ് കേട്ടോ. റോഡിലധികം ഇല്ല. ചില സമയത്തൊക്കെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കോട, ചില സ്ഥലത്തില്ല. കിടിലൻ റോഡ് കേസ്, പൊളിക്കാൻ പറ്റിയ റോഡാണ്. നല്ല റോഡാണ് കേട്ടോ, ഒരു വിഷയമില്ലാത്ത റോഡ്. തിരക്കുകളോ ബഹളങ്ങളോ ട്രാഫിക് ബ്ലോക്കുകളോ ഒന്നുമില്ലാത്ത, ഒരു വണ്ടി തിരക്കും ഇല്ലാത്ത റോഡാണ്. എന്നാണ് ഇതിലെ കൂടെ വണ്ടി തിരക്കില്ലാതെ? നോക്കിയേ, കോട നിൽക്കണ നിൽപ്പ് കണ്ടോ? ഓ ഈ എൻ്റെ മോനെ പൊളി. ആ ഗോപ്രോയ്ക്കകത്തൊന്നും നിങ്ങൾക്ക് കാണത്തില്ല. ഗോപ്രോ ചതിച്ചാക്കാനെന്ന് പറയുന്നത്. ഗോപ്രോ നമ്മളെ മഞ്ഞ് എല്ലാം ഫുള്ള് കട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുത്തുള്ളൂ വീഡിയോയിൽ. അവിടെ കുരങ്ങ പണിയായാലും എനിക്ക്. അടിപൊളി ഒരു ഹെയർ പിൻ കേട്ടോ. നമ്മളാ എന്നാ നേര്യമംഗലമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഹെയർ പിന്നില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ. കറക്റ്റ് അതുപോലെ തന്നെ തോന്നും. അടിപൊളി സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലങ്ങളാണ് രണ്ട് സൈഡ് വഴി. ഈ റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണുന്ന അടിപൊളി കാഴ്ചകളാണ്. അത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു കാടിൻ്റെ ഒരു വന്യത എന്നൊക്കെ പറഞ്ഞില്ലേ, കാടും അടിപൊളി ഫുള്ള് മരങ്ങളും, അത് വേറൊരു ഫീലാണ്. വീണ്ടും കോട, റോഡിലെല്ലാം കോടയാണ് കേസ്, ഫുള്ള് കോടയാണ്.
നോക്കിയേ, അടിപൊളി കോടയാണേ, ഒരു രക്ഷയില്ല. എനിക്കെങ്കിൽ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല ഗൈസ്. അല്ലെ തന്നെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയൊന്നും ഒരിക്കലും ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഒരു പരിധിയില്ല. ഇത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ, ന്യായമായിട്ട് ദൂരം ഉണ്ടായി. ഞാൻ ഒത്തിരി നേരം വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഏത് സ്ഥലമാണ് ഗൈസ്? ഇവിടെയൊക്കെ ആൾത്താമസമുള്ള കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ വണ്ടിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നത്, ബസ് കയറാൻ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളൊക്കെ കാണും. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി കിടക്കുന്നു. ഇവിടെ വീടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. സിവിൽ സ്റ്റേഷൻ ഇടുക്കി. അപ്പോൾ നമ്മൾ ഇടുക്കി ആയി കേട്ടോ, നമ്മൾ ഏകദേശമൊക്കെ അടുത്തിട്ടുണ്ട് കേസ്. അയ്യോ, ഇത് കണ്ടോ, കല്ല് കെട്ടിയേക്കുന്നുണ്ടോ ഇത്രയും പൊക്കത്തിൽ? കരിങ്കല്ല് കേട്ടോ, അത്രയും പൊക്കത്തിൽ കേട്ടോ. അത് ഭയങ്കര വൈബ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളത് നമുക്ക് ഊഹിക്കാം കേട്ടോ. നമുക്ക് ഈ വലതുവശത്ത് ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫുള്ള് കോടയായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര വിസിബിൾ അല്ല. ഈ വ്യൂ പോയിൻ്റോ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. കാടിനിടയിൽ കൂടെ കാണാം വെള്ളം കിടക്കുന്നത് തന്നെയാണ്. കാടിനിടയിൽ കൂടെ വെള്ളം കിടക്കുന്ന കാണാൻ കേസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരെ പോകുന്നത് നേരെ ഇടുക്കി ഡാമിലേക്കുള്ള വഴിയാണ് കേട്ടോ. ആ വഴിയാണ് നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നേരെ ചെറുതോണി ചെന്ന് ഒരു ചായ കുടിച്ചിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇതേണ്ട ചെറുതോണി ടൗണിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് പെട്രോൾ അടിക്കാം. ഇവിടെ അങ്ങനെ ആടെ പമ്പ് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന നല്ല കയറ്റം എല്ലാം കൂടി കയറി പെട്രോൾ തീരാറായി കാണും. തീർന്ന് ബ്ലിങ്ക് ചെയ്യുക. നമുക്ക് നേരെ ഇടുക്കി ഡാമിൻ്റെ മുന്നിൽ പോയി മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ആ ഗ്രൗണ്ടിൽ പോയി 2 ഫോട്ടോയും കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ വേണ്ട ചെറുതോണി ടൗണിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെറുതോണി ടൗൺ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ചെറുതോണി. താഴെ കാണുന്ന പാലമാണ് പുതിയത്. മറ്റേത് അതിനടിയിലാണ് മറ്റേ പഴയ പാലം. ആ പാലമാണ് നമ്മുടെ പ്രളയത്തിനൊക്കെ ഒലിച്ചു പോയതൊക്കെ കണ്ടില്ലേ, വലിയ വാർത്തകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതാണത്.
താഴെയാണത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. ആ പാലം താഴെയുണ്ട് ഇപ്പോഴും. അതിൻ്റെ മുകളിൽ കൂടെ ഒരു അജാന ബാഹുവായിട്ടുള്ളൊരു വലിയ പാലമാണ് കേട്ടോ നടന്നിരിക്കുന്നത്. ഇത് പഴയ പോലെ മറ്റേ അതുപോലെ വലിയതായിട്ട് മഴവെള്ളം വന്നാലൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള വലിയ പാലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനിയും പേടിക്കണ്ട. താണ്ട് ഈ വലതുവശത്തൂടെ കാണുന്ന വലിയൊരു ഇത് കണ്ടോ, ഒരു ആറാണോ എന്തോ, അതിലെയാണ് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുമ്പോൾ ഈ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. പണ്ട് പ്രളയത്തിന് അതിലേക്കൂടെ ഡാമിൻ്റെ ഷട്ടർ തുറന്നില്ലേ, 4 ഷട്ടറും തുറന്ന സമയത്ത് വലിയ ഉരുളക്കല്ലൊക്കെ ഉരുണ്ട് വന്ന് കിടപ്പുണ്ട് താഴെ. അവിടെ കയറി നിൽക്കാണ്. ഇതിലേക്കൂടെ പോകുന്നവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വേണ്ടേ ഇടുക്കി ഡാമിൻ്റെ മുന്നിലത്തെ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിലാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആർക്കറിയാൻ പറ്റാത്ത, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അതറിയത്തില്ലാത്ത ആൾക്കാരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് ആ ഗ്രൗണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. ആരൊക്കെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവരാ നിൽക്കുന്ന ഭാഗത്താണ് കറക്റ്റ് വ്യൂ. അവിടെ എല്ലാ ആൾക്കാരും പോലെ നമുക്ക് മാറി നിൽക്കാം. തേണ്ട അങ്ങോട്ട് നോക്കിയ ഗെയ്സ്, കണ്ടോ നിൽക്കണ നിപ്പ് കണ്ടോ? അതാണ് നമ്മുടെ ഇടുക്കി ഡാം. എങ്ങനെയുണ്ട് സാധനം? എന്നാ പൊക്കമാണെന്നറിയോ? ഈ വൈഡ് ക്യാമറയ്ക്കകത്ത് കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകാത്തത് കേട്ടോ. അവിടെ ആൾക്കാരിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഇച്ചിരി കൂടി സെൻറ്റർ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നോക്കിയേ എന്നാ വലുപ്പമാണെന്ന് നോക്കിയല്ലേ, പൊളിയല്ലേ? ഒരു വലിയ മലയുടെ പൊക്കമുണ്ട് അതിന്. നോക്കിയേ, അതിൻ്റെ മുകളിൽ മനുഷ്യന്മാർ നിന്നാൽ കാണത്തില്ല, അത്രയ്ക്ക് ചെറുതാണ് മനുഷ്യന്മാർ. അതുപോലെ വലിപ്പം അതിന്. അമ്മൻ്റെ മോനെ നോക്കിയ ഒരു സാധനം പോകുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഒന്ന് തിരിച്ചു പോയാലോ? ഇവിടെ ഒരു ചായക്കട കയറി വല്ലതും കഴിക്കുകയും വേണം, ചായ കൂടി കുടിക്കണം, എന്നാലേ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിന്ന് വിട്ടാലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ. അധികം പരിപാടിയൊന്നും ഇല്ലായിരുന്നു, ഫുള്ളൊരു റൈഡ്, ഒരു തണുത്ത റൈഡ്. ഞാൻ കോട്ടും അതും ഇതെല്ലാം ഊരി കളഞ്ഞു കേട്ടോ. നമുക്ക് കുറച്ച് നേരം തണുപ്പ് കൊള്ളാതെ കരുതി. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടികളൊന്നുമില്ല, ഫുള്ളൊരു യാത്ര, ഒരു ബൈക്കിൽ ഇങ്ങനെ ഒരു യാത്ര, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.